1 ട്രില്യൺ ദറംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ബില്യൺ ദറംസ് ആണ് UAE ഗവൺമെന്റ് റെസിലിയൻസ് ഫണ്ടായിട്ട് അനൗൺസ് ചെയ്തേക്കുന്നത്. UAEയുടെ എൻറ്റയർ GDP നോക്കുവാണെങ്കിൽ വെറും 2.1 ട്രില്യനേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിലിയൻസ് ഫണ്ടായിട്ട് എടുത്തു വെച്ചേക്കുന്നത് UAEയുടെ GDPയുടെ പകുതി എമൗണ്ട് ആണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേൾഡിലെ ഒരു സിറ്റിക്കും വേൾഡിലെ ഒരു കൺട്രിക്കും ഇത് കണക്കുള്ള എഫേർട്സ് എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു വാർ സിറ്റുവേഷനിൽ ഇത്രയും എക്കോണമി കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ എക്കോണമി സ്മൂത്ത് ആയിട്ട് റൺ ആവാൻ വേണ്ടി ഇത്രയും കാശ് ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു കൺട്രിക്കും പറ്റത്തില്ല. കാരണം മിക്ക കൺട്രീസും ഡെപ്റ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ UAE ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവിടെ ആൾക്കാർക്ക് ലോൺ വേണോ അല്ലെങ്കിൽ ഇവിടുത്തെ ബിസിനസ് എല്ലാം സ്മൂത്ത് ആയിട്ട് റൺ ആവാൻ വേണ്ടി ഇത്രയും വലിയൊരു എമൗണ്ട് ആണ് റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഈ ഒരു വാർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല UAE ഗവൺമെന്റ് എടുത്തേക്കുന്ന ഇത്രയും വലിയ എഫേർട്ടിന് എന്തായാലും UAE ഗവൺമെന്റിന് തിരിച്ചു കിട്ടും. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു വാർ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫയർ പവർ യൂസ് ചെയ്തേക്കുന്നത് UAEയുടെ മേലെയാണ് അല്ലെങ്കിൽ ദുബായിയുടെ മേലെയാണ്. കാരണം അവർക്കറിയാം വേൾഡിലെ ബെസ്റ്റ് സിറ്റി ദുബായ് ആണെന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൺസ് ഈ വാർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ UAE അഗൈൻ ആൻഡ് അഗൈൻ പ്രൂവ് ചെയ്യുകയാണ്. കാരണം ഈ ഒരു വാർ സിറ്റുവേഷനിലും ഇത്രയും വലിയ ഫണ്ട്സ് റിസർവ് ചെയ്യുക, ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇത്രയും സേഫ്റ്റി ആയിട്ട് വെക്കുക, ഈ ഒരു ഗവൺമെന്റ് മാത്രമേ ഇത്രയും വലിയ എഫേർട്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വൺസ് ഈ വാർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സി എ ബിഗ് ബൂം ഇൻ ദുബായ് റിയൽ എസ്റ്റേറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേൾഡിലെ ബെസ്റ്റ് സിറ്റി ദുബായ് തന്നെ ആണ്.